യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ജൂബിലി ആഘോഷം യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ചെയ്ത ഒരു വലിയ അത്ഭുതത്തിൻ്റെ ആഘോഷമാകണം. ലേവായരുടെ പുസ്തകം 25-ാം അധ്യായത്തിൽ ജൂബിലിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പ്രമേയമാണ് ബന്ധനത്തിലായിരിക്കുന്നവരുടെ മോചനം. ഇന്ന് ഈ ചെറിയ വീഡിയോയിൽ ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഈ മാസത്തെ പ്രമേയമായ വിടുതലിനെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തിൽ നിന്നാണ് ക്രിസ്തു നമ്മളെ വിടുവിക്കുന്നത്? അടിമത്തത്തിൽ നിന്ന്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. ഈ അടിമത്തം എന്ന് വെച്ചാൽ എന്താണ്? അടിമത്തം ഒരവസ്ഥയാണ്. ഒരു വ്യക്തിയാലോ ഒരു മനോഭാവത്തിനാലോ അടിമപ്പെട്ട് അതിൻ്റെ സ്വാധീനത്തിൽ ആയിരിക്കുക. നമ്മളിൽ പലരും ഒരുപക്ഷെ ചില വ്യക്തികളുടെ, അത് ചിലപ്പം ജീവിത പങ്കാളിയുടെ ആയിരിക്കാം, മക്കളുടെ ആയിരിക്കാം, മാതാപിതാക്കളുടെ ആയിരിക്കാം, ചിലപ്പം അവർ മരിച്ചു പോയവരാണെങ്കിൽ പോലും അവരുടെ പ്രവൃത്തികൾ ഇപ്പോഴും അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടായിരിക്കാം. ചിലർ ചില തടക്കദോഷങ്ങളുടെ ആയിരിക്കാം, ചിലർ ചില ചിന്തകളുടെ ആയിരിക്കാം. ഉദാഹരണത്തിന്, എന്നെ കൊണ്ട് കൊള്ളില്ല, ദൈവം എന്നോട് ക്ഷമിക്കുമോ, ഞാൻ എത്ര ചെയ്താലും ശരിയാകില്ല. ഈ പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കാത്ത ബന്ധനത്തിലേക്ക് നയിക്കണം. എന്നാൽ ക്രിസ്തു വന്നത് എന്തിനാണ്? നമ്മളെ ഈ എല്ലാ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രനാക്കാനാണ്. നമ്മൾ ഈ നല്ല വാർത്ത കേൾക്കുമെങ്കിലും നമ്മൾ കുറേയൊക്കെ വിശ്വസിക്കുമെങ്കിലും നമ്മളുടെ ഈ വിശ്വാസം പലപ്പോഴും നമ്മളുടെ ബുദ്ധിയിൽ ഒതുങ്ങിപ്പോണം. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ വിടുവിക്കാനാണ് ക്രിസ്തു വന്നതെന്നൊരു തിരിച്ചറിവ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയാതെ പോകുന്നു. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്, ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ട് നടന്ന ഈ ഒരു വിടുതലിൻ്റെ യാത്രയിൽ നടന്നൊരു ചെറുപ്പക്കാരനെ കുറിച്ച് ഒരു 10-30 വർഷം മുമ്പാണ്. ഏതാണ്ട് ഒരു 18ഓളം വയസ്സ് പ്രായമുള്ളൊരു ജോസഫ്. അവൻ്റെ പ്രശ്നം അവൻ്റെ കാട് കയറിയ ലൈംഗിക ചിന്തകളായിരുന്നു. അവന് അതിൽ നിന്ന് വിടുതൽ പുറത്തേക്ക് വരാനായിട്ട് പല വർഷം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അങ്ങനെ ഒരു JY പ്രോഗ്രാമിലാണ് അവനെ സമീപിക്കുന്നത്. അവൻ്റെ ഒരു പ്രധാന പ്രശ്നം, യേശു സർവശക്തനാണെന്ന് അവൻ ബുദ്ധി കൊണ്ട് വിശ്വസിക്കുമ്പോഴും അവൻ്റെ ഈ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കാൻ മാത്രം ക്രിസ്തുവിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കാനായിട്ട് അവന് കഴിയാതെ പോകണം. ഒന്ന്, വിടുതലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം ഈ വിശ്വാസരാഹിത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസരാഹിത്യം ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നെങ്കിലേ നമുക്ക് വിടുതലിലേക്ക് നടന്നെടുക്കാനാകും. ഒന്നാമത്തെ പടി അതാണ്. എന്നെ അറിയുന്ന, എന്നെ സ്വീകരിക്കുന്ന ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിന് എന്നെ വിടുവിക്കാൻ സാധിക്കുമെന്ന് എൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കാനാവാത്ത ഈ അവസ്ഥ കൊണ്ടുവരിക. പലപ്പോഴും ആ പിശാച് ബാധിച്ച ആ ബാലൻ്റെ പിതാവിനെ പോലെ നമ്മളും പ്രാർത്ഥിക്കേണ്ടി വരും. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എന്നാൽ എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ രക്ഷിക്കണമേ. രണ്ടാമത്തെ പടി, ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു ബന്ധനത്തെക്കാൾ ക്രിസ്തു സർവശക്തനാണെന്നും എന്നെ ഈ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നു എന്നുമുള്ളൊരു ആഴത്തിലുള്ളൊരു തിരിച്ചറിവും ബോധ്യമാണ്. ഞാൻ ജോസഫിനോട് ഇരുന്ന് ഞാൻ ബൈബിൾ തുറന്ന് ഞാൻ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവം കായനോട് പറയുന്ന മനോഹരമായൊരു വാക്യമുണ്ട്. പാപം അതിൻ്റെ പടിവാതിക്കൽ നിൽക്കണം, അത് നിന്നിൽ നോട്ടം ഉറപ്പിച്ചിരിക്കുന്നു, പക്ഷെ നീ അതിനെ കീഴടക്കണം. ഞാൻ അവനെ പലതവണ ഈ ഒരു വചനഭാഗം അവനെ കൊണ്ട് ആവർത്തിപ്പിച്ചു. പാപം പടിവാതിൽക്കൽ നിൽക്കുന്നു, അതിനേക്കാൾ ഉപരി നീ അതിനെ കീഴടക്കണം. എങ്ങനെ കീഴടക്കണം? എൻ്റെ കൂടെ ചേർന്ന്. അവൻ അന്ന് ആ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പം ഇതൊരു സുഹൃത്ത് ജമ്മു പോലെ അവൻ്റെ ഉള്ളിൽ കോറിയിട്ടുകൊണ്ടാണ് അവൻ പോയത്. എൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിടുവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നൊരു തിരിച്ചറിവാണ് അവൻ്റെ ആ ഒരു വളർച്ചയുടെ നാളുകളിൽ അവന് പ്രത്യേകിച്ചും ശക്തി നൽകിയത്. പ്രത്യേകിച്ചും പ്രലോഭനങ്ങളുടെ സമയത്ത് തുടർച്ചയായിട്ട് ഇത് വിശ്വസിച്ച് ഏറ്റുപറയുന്നത് അവൻ്റെ വിടുതലിലേക്ക് വരാനായിട്ട് ശക്തമായൊരു കാരണമായി. മൂന്നാമത്തെ പടിയാണ് മാനസാന്തരം. നമ്മൾ മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോഴും പലപ്പോഴും എന്താ മാനസാന്തരം? എൻ്റെ മനസ്സിൻ്റെ അന്തരമാണ്. ഞാൻ ചിന്തിക്കുന്നുവോ ആ ചിന്തകൾക്ക് ഒരു വ്യത്യാസം വരണം.
അപ്പം നമ്മൾ പലപ്പോഴും നമ്മളുടെ എല്ലാ ബന്ധനങ്ങളുടെയും ഒരു പ്രധാന ഒരു പ്രശ്നം ഈ ഒരു മാനസാന്തരമില്ലായ്മയാണ്. അവനും അവൻ്റെ ഉള്ളിലെ ലോകം പറഞ്ഞത്, അവൻ്റെ ജഡം പറഞ്ഞത് കേട്ട് അവൻ വിശ്വസിച്ചു സന്തോഷം ലൈംഗികമായ തോന്നിയവാസങ്ങളിലാണ്. അവിടെ ഒരു ചേഞ്ച്. എങ്ങനെയാണ് ഈ ചേഞ്ച് വരുന്നത്? വചനവുമായിട്ടിരുന്നു. അവനുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയുന്നു. അവൻ്റെ ലൈംഗികത പോലും ലോകം തരാൻ ആഗ്രഹിക്കാത്ത സന്തോഷം തമ്പുരാൻ തരുന്നുവെന്നും അതിന് ലൈംഗികതയ്ക്കൊരു ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ടെന്നും അവൻ്റെ മനസ്സിലേക്ക് ആ ഒരു വചനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വെട്ടത്തിലൂടെ അവൻ്റെ ജീവിതത്തിലേക്ക് മെല്ലെ ഒഴുകിയിറങ്ങിയ മാനസാന്തരം പലപ്പോഴും അത് നിരന്തരമാണ്. ഒരു ദിവസം നടക്കുന്നതല്ല. അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു മാനസാന്തരത്തിലൂടെ വരുമ്പോഴാണ് യഥാർത്ഥമായ ഒരു പാപത്തെ വെറുത്തുപേക്ഷിക്കാനുള്ള കൃപ നമുക്ക് നൽകുന്നത്. അപ്പം നാലാമത്തെ ഭാഗം ക്ഷമയുടെ ഭാഗമാണ്. പലപ്പോഴും ഈ ഒരു അടിമത്തത്തിലാകാനായിട്ട് ചില വ്യക്തികൾ കാരണമായേക്കാം. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ചില സുഹൃത്തുക്കൾ, ചില കസിൻസ് അവനെ ഈ പാപകരമായ വഴിയിലേക്ക് ക്ഷണിച്ച ആ പ്രായത്തിൻ്റെ ചാബല്യത്തിൽ അവൻ കടന്നുപോയ ചില വ്യക്തികൾ, അവരോടൊക്കെ അവൻ ക്ഷമിക്കേണ്ടതുണ്ടായിരുന്നു. മുൻപ് അവനൊരു ധ്യാനം കൂടിയപ്പോൾ അവൻ ക്ഷമിച്ചതാണ്. എന്നാൽ ഇത്തവണ താൻ ഉൾപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്ഥിതിയുടെ ഗൗരവം തിരിച്ചറിഞ്ഞ് അവരുടെ അറിവില്ലായ്മയിൽ അവർ ചെയ്തു പോയതാണെന്നുള്ളൊരു തിരിച്ചറിവിൽ ഒരു പരിപൂർണ്ണ ക്ഷമ, ക്രിസ്തു കുരിശിൽ കടന്ന് ക്ഷമിച്ചതുപോലെ ക്ഷമ. അതൊരു ദിവസം കൊണ്ടല്ല, അവനവൻ്റെ ജീവിതത്തിൽ ഏതാനും മാസങ്ങൾ എപ്പോഴൊക്കെ അവൻ്റെ ഉള്ളിലേക്ക് ചിന്ത വരുമോ അവരോട് ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവൻ വളർന്നു. ഏറ്റവും അവസാനത്തെ പടി വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്കറിയാം, പത്രോസ് യോഹന്നാനും സുന്ദര കവാടത്തിൽ ആ തളർവാദ രോഗിയെ നോക്കി പറഞ്ഞത്, യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട്. ആ യേശുവിൻ്റെ നാമത്തിൽ നമ്മളെ പാപത്തിൻ്റെ ബന്ധനത്തിൽ അടിമപ്പെടുത്തുന്ന ദുഷ്ടാരൂപികളോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പുറത്തു പോകാനായിട്ട് പറയുമ്പോൾ അവയ്ക്ക് അനുസരിക്കേണ്ടി വരും. കാരണം അത്രയും ശക്തമാണ് യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന. ആ യേശുവിൻ്റെ നാമത്തിൽ അവനെ ബന്ധിക്കുന്ന എല്ലാത്തരം ജഡികതയുടെ ആത്മാവിനെ ബന്ധിച്ച് ഒരു ദിവസം മാത്രമല്ല നിരന്തരമായിട്ട് പ്രാർത്ഥനയിലൂടെ അവനൊരു യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരികയാണ്. ഞാൻ ഏതാണ്ട് 2 വർഷത്തോളം അവൻ്റെ കൂടെ നടന്നു. ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുക മാത്രമല്ല, ആ സ്വാതന്ത്ര്യത്തിൻ്റെ സദ്വാർത്ത അനേകർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ കുഞ്ഞ് സുവിശേഷ പ്രവർത്തകനായിട്ട് അവൻ മാറുകയും ചെയ്തു. എങ്ങനെയാണ് ക്രിസ്തു നമ്മെ വിടുവിക്കുന്നതെന്നത് തമ്പുരാൻ്റെ തീരുമാനമാണ്. ചിലപ്പം ആ വിടുതൽ പൊടുന്നനെയായിരിക്കാം, ചിലപ്പം അത് ക്രമേണയായിരിക്കാം. ജോസഫിൻ്റെ കാര്യത്തിലും അത് ക്രമേണയുള്ളൊരു വിടുതലായിരുന്നു. പലപ്പോഴും ദൈവം ഈ വിടുതൽ യാത്രയിൽ നമ്മളെയും പങ്കാളികളാക്കും. കാരണം നമ്മളിൽ വളരേണ്ട ചില പുണ്യങ്ങൾ വളർത്താനായിട്ടുള്ളൊരു സമയമായിട്ട് പലപ്പോഴും തമ്പുരാന് അത് ഉപയോഗിക്കാറുണ്ട്. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു ക്രമം കൊണ്ടുവരാൻ, അവൻ്റെ ചിന്തകളിലൊരു ക്രമം, എന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത്, ഇതൊക്കെ ഒരു ക്രമത്തിലൂടെയാണ് അവനിൽ തമ്പുരാന് ആ വിടുതൽ കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് ഞാൻ ചുരുക്കുമ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കെല്ലാവർക്കും ചെറുതും വലുതുമായ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇനിയും കർത്താവിൻ്റെ വിടുതൽ അനുഭവിക്കേണ്ടിയിരിക്കും. നമ്മുടെ വാക്കുകളിലായിരിക്കാം, നമ്മുടെ ചിന്തകളിലായിരിക്കാം, നമ്മുടെ പ്രവൃത്തികളിലായിരിക്കാം. തമ്പുരാൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊന്ന് കോറിയിടാമോ? പാപത്തിൻ്റെ മുകളിൽ വിജയം നേടുന്ന ഒരു പൈതലായി നിന്നെ കാണാനായിട്ട് അവിടെ നിന്ന് ആഗ്രഹിക്കണം. അതിനുവേണ്ടിയാണ് അവൻ നിൻ്റെയും എൻ്റെയും പാപങ്ങളും മുഴുവനും കുരിശിലേറി അവന് ആ വിജയത്തിലേക്ക് നിന്നെ ചേർത്ത് വയ്ക്കുന്നത്. നമ്മൾ ഈ മാസം നമ്മുടെ വിടുതലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവിലേക്ക് നോക്കാം, അവൻ്റെ കൃപയിലേക്ക് നോക്കാം. അവൻ്റെ വിടുവിക്കുന്ന സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച ഈ പടികളിലൂടെ കടന്നു പോകാം. വിടുതലിൻ്റെ ഒരു ജൂബിലി ആയിരിക്കട്ടെ ഈ ജൂബിലി. തമ്പുരാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. പ്രൈസ് ഗോഡ്.